ഓഡിറ്റേഴ്സ് അസോസിയേഷൻ, ഗവൺമെൻറ്റിൻ്റെ ഓഡിറ്റേഴ്സ് അസോസിയേഷനുമായിട്ട് ഞാൻ ചർച്ച നടത്തിയിരുന്നു. എന്താണ് ഈ അതായത് CAG സൂചിപ്പിച്ചിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ലെന്ന്. അതുകൊണ്ടാണ് അത് CAG റിപ്പോർട്ടിൽ അങ്ങനെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഓഡിറ്റേഴ്സ് അസോസിയേഷൻ്റെ ചില ഭാരവാഹികളുമായിട്ട് ഒക്കെ സംസാരിച്ചു. എന്തുകൊണ്ടാണ് ഈ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് പ്രോപ്പറായിട്ട് നടക്കാത്തത് എന്ന് ചോദിച്ചു. നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മുടെ ഗവൺമെൻറ് സർവീസിൽ ആവശ്യമുള്ളതിനേക്കാൾ 10,000-40,000 പേര് കൂടുതലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് എല്ലാവർക്കും അവസാനം പെൻഷനായി കഴിയുമ്പോൾ പെൻഷനും ഒക്കെ കൊടുക്കേണ്ട ബാധ്യതയൊക്കെ ഈ സാധാരണക്കാരായ ജനങ്ങളുടെ തലയിലാണ്, മുതുകിലാണ് വരുന്നത്. കാരണം അവർ കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണല്ലോ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം ഉദ്യോഗസ്ഥർ റിട്ടയർ ചെയ്യുമ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേരളത്തിലാണ് ഓഡിറ്റേഴ്സ് അസോസിയേഷനോട് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. ആവശ്യത്തിലധികം ജീവനക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഓഡിറ്റിംഗ് നന്നായിട്ട് നടക്കുന്നില്ലെന്ന് CAG പറഞ്ഞത്? ഇതായിരുന്നു ഞാൻ അവരോട് ചോദിച്ച ചോദ്യം. അപ്പോൾ അവർ എനിക്ക് തന്ന ഉത്തരം ഇതാണ്. അതായത് ഗവൺമെൻറ് നിരുത്സാഹപ്പെടുത്തുന്നു. ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ഗവൺമെൻറ് നിരുത്സാഹപ്പെടുത്തുന്നു. അത് ഈ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് സംസ്ഥാനത്തിൻ്റെ വകുപ്പുകളിലുള്ള ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് പോലും സംസ്ഥാന ഗവൺമെൻറ് നിരുത്സാഹപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അതിനെ വരിഞ്ഞു മുറുക്കുന്നു. എന്തുകൊണ്ടാണ് അതിൻ്റെ ഉത്തരം അവർ പറയുന്നില്ല. കാരണം പല കാര്യങ്ങളും ഗവൺമെൻറ്റിന് മറച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ചെലവഴിക്കാത്ത പണം, ഓരോ മേഖലയിലും നടക്കുന്ന ധൂർത്ത്, അങ്ങനെ ആവശ്യമില്ല ഒരുപാട് കാര്യങ്ങൾ. അതായത് ഒരു ഗവൺമെൻറ് ചെയ്തുകൂടാത്ത പല മേഖലകളിലും പണം ചെലവഴിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സാധാരണ പൗരന് പോലും ഇപ്പോൾ കേരളത്തിൽ അറിയാം. അങ്ങനെ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ധൂർത്തിനാണ്, അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും നികുതി പണം ചെലവഴിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരും ഓഡിറ്റിംഗ് നടത്തിയാൽ. അതുകൊണ്ടാണ് ഓഡിറ്റിങ്ങിനെ നിരുത്സാഹപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓഡിറ്റേഴ്സ് അസോസിയേഷൻ അത് അത്രയും പറഞ്ഞില്ല. ഓഡിറ്റേഴ്സ് അസോസിയേഷനിലെ ഭാരവാഹികൾ പറഞ്ഞത് ഗവൺമെൻറ് തന്നെ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നിരുത്സാഹപ്പെടുത്തുന്നു എന്നാണ്. അത്രയും കേട്ട സ്ഥിതിക്ക് നമുക്ക് നോക്കാം എന്താണ് CAG റിപ്പോർട്ട് പറയുന്നത്. അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഒരു ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അവർ വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് തന്നെ ഓഡിറ്റിംഗ് നടത്തുകയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കുറ്റങ്ങളും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുറ്റങ്ങളും കൃത്യമായി കണ്ടെടുത്ത് പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന വിഭാഗമാണ് CAG അഥവാ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ 2022-23 റിപ്പോർട്ട്, അതിൽ റവന്യൂ സെക്ടറിലേക്കുള്ള റിപ്പോർട്ട്, ആ റിപ്പോർട്ടിലാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. അതായത് 28,258.39 കോടി രൂപ വരുമാന കുടിശ്ശിക കിടക്കുന്നു. എങ്ങനെയാണ്? അപ്പോൾ അത് മാത്രമല്ല, CAG തന്നെ പോയിൻ്റ് ഔട്ട് ചൂണ്ടിക്കാണിക്കുന്നു, ഈ 28,258.39 കോടി എന്ന് പറഞ്ഞാൽ ബജറ്റിൽ പ്രതീക്ഷിച്ച റവന്യൂവിൻ്റെ 24.23% വരുമെന്ന്. എന്ന് വെച്ചാൽ ബജറ്റിൽ പ്രതീക്ഷിച്ച റവന്യൂവിൻ്റെ കാൽഭാഗത്തോളം 24.23%, ഏകദേശം 25% തന്നെ അതായത് കുടിശ്ശികയായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം. അത് പറയുമ്പോഴാണ് എന്തുകൊണ്ട് കുടിശ്ശിക, അതിൻ്റെ കാരണങ്ങളിലേക്ക് വെളിച്ചം വീശുമ്പോഴാണ് CAG ചൂണ്ടിക്കാണിക്കുന്നത് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ഗവൺമെൻറ്റിൽ നടക്കുന്നില്ല. എന്തുകൊണ്ട് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല, അതിൻ്റെ കാരണങ്ങൾ അവർ നിരത്തുന്നുണ്ട്. പക്ഷേ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് അവർ പറയുന്നത് എപ്പോഴാണ് ഇവർ ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങിന് പോകുന്നത്? അതായത് സാധാരണ രീതിയിൽ GSTയിലേക്ക് നികുതി അപ്ലോഡ് ചെയ്യേണ്ടവർ, GST പോർട്ടലിൽ നികുതി അപ്ലോഡ് ചെയ്യേണ്ട വ്യാപാരികളോ വ്യവസായികളോ അവർ മാസാവസാനം വരെ ഇത് അപ്ലോഡ് ചെയ്യാതിരിക്കുക, മാസം അവസാനിച്ചിട്ടും അപ്ലോഡ് ചെയ്യാതിരിക്കുക. അപ്പോഴാണ് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് അത് കണ്ടുപിടിച്ച് അവരെ പ്രഷറൈസ് ചെയ്യുക, ഇല്ലെങ്കിൽ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞ്, അതായത് ഈ ലാസ്റ്റ് ഡേ വരെ നോക്കിയിരിക്കാതെ നേരത്തെ തന്നെ ഓഡിറ്റിംഗ് നടത്തി ഇങ്ങനെ ഇതുവരെ നികുതി വന്നിട്ടില്ല, പോർട്ടലിൽ വന്നിട്ടില്ല, ഇന്നവരുടെ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് വാണിംഗ് കൊടുക്കുക. അങ്ങനെ വാണിംഗ് കൊടുക്കണമെങ്കിൽ നേരത്തെ തന്നെ ഓഡിറ്റിംഗ് നടത്തണം. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ ഇതുപോലെ നേരത്തെ ഓഡിറ്റിംഗ് നടത്താതെ ഇരിക്കുക, എന്നിട്ട്
CAG പറയും ഞങ്ങൾ ഇന്ന വകുപ്പുകളിലേക്ക് ഓഡിറ്റിങ്ങിന് വരുന്നു എന്ന് റിപ്പോർട്ട് എന്നുള്ള സൂചന കൊടുക്കും. എന്നുള്ള സൂചന കൊടുത്തു കഴിയുമ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ ഓഡിറ്റേഴ്സ് ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങിന് വേണ്ടി ചെല്ലുന്നത്. അപ്പോഴത്തേക്കും സാധാരണ രീതിയിൽ ഈ അരിയർ പ്രശ്നം കോടതിയിൽ പോകത്തക്ക രീതിയിൽ മാറി ഒരു അതിൻ്റെ എന്താണ് അത് കൂടുതൽ സങ്കലിതമായി തീർന്നിരിക്കും. അങ്ങനെയാണ് പലപ്പോഴും ഈ വരുമാനം ഇങ്ങനെ കുടിശ്ശികയായി മാറുന്നത്. അപ്പോൾ ഇതെന്തിലേക്കാണ് CAGയുടെ റിപ്പോർട്ട് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ഗവൺമെൻറ് തന്നെ, ഓഡിറ്റേഴ്സ് അസോസിയേഷൻ തന്നെ പറയുന്നു ഗവൺമെൻറ് തന്നെ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നിരുത്സാഹപ്പെടുത്തുന്നു. CAG പറയുന്നു ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ടാണ് വരുമാന കുടിശ്ശിക ഇത്ര ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ ഈ കേരളത്തിൻ്റെ ധനപ്രതിസന്ധിയെപ്പറ്റി നമ്മൾ ആരോടാണ് പരിഭവം പറയേണ്ടത്? കേന്ദ്രത്തെയാണോ കുറ്റം പറയേണ്ടത്? നമ്മുടെ കയ്യിലുള്ളത്, നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ളത്, നമ്മുടെ പരിധിയിലുള്ളത് പിരിച്ചെടുക്കുന്നില്ല. ഇപ്പോൾ കേന്ദ്രം തരുന്നത് നമ്മുടെ പരിധിയിലുള്ളത് തന്നെ. ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, ഇതൊക്കെ സംസ്ഥാനത്തിൻ്റെ പരിധിയിലുള്ള ടാക്സ് കേന്ദ്രം പിരിക്കുന്നതാണ്. അതുപോലെ തന്നെ സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, ഇതിനൊക്കെ നമുക്ക് സംസ്ഥാന ഗവൺമെൻറ്റിന് അർഹതയുള്ളതാണെങ്കിൽ പോലും സ്വന്തം കൈവട്ടത്തിൽ ഇരിക്കുന്നത് പിരിച്ചെടുക്കാതെ കേന്ദ്രം പിരിച്ചെടുക്കുന്നതിൻ്റെ വിഹിതം തരാൻ താമസിച്ചു പോകുന്നു എന്നാണ് ഇവർ എപ്പോഴും പറയുന്നത്. അപ്പോൾ അങ്ങനെ കേന്ദ്രവിഹിതം തരാൻ താമസിച്ചു പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണവും കൂടി നമുക്ക് കണ്ടുപിടിക്കാം. അതായത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ഗ്രാൻറ്റ് കിട്ടുന്നില്ല. ഈ പ്രതിസന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഗവൺമെൻറ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ 15ാം ധനകാര്യ കമ്മീഷൻ അനുസരിച്ച് കേരളത്തിന് കിട്ടേണ്ട ഗ്രാൻറ്റ് ഈ വർഷത്തെ കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. എത്ര കോടിയാണ് ഗ്രാൻറ്റായിട്ട് കിട്ടേണ്ടത്? ആദ്യ ഗഡുവായിട്ട് തന്നെ കിട്ടേണ്ട ഗ്രാൻറ്റ് 814 കോടിയാണ്. ആകെ ഗ്രാൻറ്റായിട്ട് ഈ വർഷം കിട്ടേണ്ടത് 814 കോടി രൂപയാണ്. അതിൽ ആദ്യ ഗഡുവായിട്ട് മാത്രം കിട്ടേണ്ടത് 252 കോടിയാണ്. അത് സംസ്ഥാനത്തിന് കിട്ടി. പക്ഷേ ഈ തുക ഇതുവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്തിയിട്ടില്ല. അതായത് കേന്ദ്രം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ഗ്രാൻറ്റിൻ്റെ ആദ്യ ഗഡു 252 കോടി സംസ്ഥാനത്തിന് ലഭിച്ചു. പക്ഷേ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൈമാറിയിട്ടില്ല. അത് കൈമാറുക മാത്രമല്ല, കൈമാറി അതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് CAG സർട്ടിഫൈ ചെയ്ത് കേന്ദ്രത്തിലെത്തിയാലേ അടുത്ത ഗഡുക്കൾ നൽകുകയുള്ളൂ. ഇത് എല്ലാവർക്കും അറിയാവുന്ന, ഇത് ഗവൺമെൻറ്റിന് നല്ലവണ്ണം അറിയാം. പക്ഷേ ഈ വകമാറ്റി ചെലവഴിക്കുന്ന ഗവൺമെൻറ്റിന് എങ്ങനെയാണ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് CAGയുടെ സിഗ്നേച്ചറിനോട് കൂടി കേന്ദ്രത്തിൽ കൊടുക്കാൻ പറ്റുക? അപ്പോൾ ആരുടെ കുറ്റം കൊണ്ടാണ് ഈ പറയപ്പെട്ട ഗ്രാൻറ്റ് കിട്ടാത്തത്? അത് കിട്ടാത്തത് 100% സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കുറ്റം കൊണ്ട് മാത്രമാണ്. സംസ്ഥാന ഗവൺമെൻറ് ഗ്രാൻറ്റായിട്ട് കിട്ടിയ 252 കോടി വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം പ്രളയത്തിന് കിട്ടിയ ഫണ്ട് പോലും 2018 വകമാറ്റി ചെലവഴിച്ച കേസ് ഈ അടുത്ത കാലത്ത് വരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, ലോകായുക്ത വഴിയായിട്ട്. അപ്പോൾ അങ്ങനെ ഏത് ഫണ്ട് കിട്ടിയാലും ഏത് വകുപ്പിലേക്കുള്ളതാണെങ്കിലും മരണാസന്നനായി കിടക്കുന്ന രോഗിക്ക് വേണ്ടി വരുന്ന ഫണ്ടാണെങ്കിലും ഗവൺമെൻറ് അത് തിരിമറി നടത്തുക, വക മാറ്റുക, ഇതൊക്കെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വളരെ ലാഘവ ബുദ്ധിയോടെ കാണുകയും ഒക്കെ ചെയ്യുന്നു. അതായത് ഈ ജനങ്ങളുടെ ക്ഷേമം എന്ന് പറയുന്നതിൻ്റെ നേരെ കണ്ണടയ്ക്കുകയും സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റായി പിണറായി സർക്കാർ ഗവൺമെൻറ് അധപ്പതിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ട്രഷറി സ്തംഭനം ഈ തരത്തിൽ, അതായത് സമസ്ത മേഖലകളിലും നമുക്കെല്ലാവർക്കും അറിയാം, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊരു വില കൂടി എന്നൊരു വീട്ടമ്മ പറയുന്നത് പോലെയാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏതൊക്കെ മേഖലയെടുത്താലും ആദിവാസികളുടെ പ്രശ്നം തൊട്ട് ഫിഷർ ഫോക്കിൻ്റെ പ്രശ്നം തൊട്ട് ഏറ്റവും, അതായത് മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിൽ കിടക്കുന്ന രോഗിയുടെ പ്രശ്നം വരെ ഏതെടുത്താലും അവിടെയൊക്കെ സംസ്ഥാനത്തിൻ്റെ ധനപ്രതിസന്ധി മൂലം പ്രശ്നങ്ങളാണ്. ആർക്കും ആശ്വാസം കിട്ടാത്ത അവസ്ഥയാണ്. അത് നമുക്കറിയാം. കാരുണ്യ ലോട്ടറിയുടെ കാര്യം 14,000 കോടിയിലധികമാണ് ഈ വർഷം കാരുണ്യ ലോട്ടറി വഴിയായിട്ട് കളക്ട് ചെയ്തത്. പക്ഷേ ആ കാരുണ്യ ഇൻഷുറൻസ് സ്കീം ആശുപത്രികൾ അതിൽ നിന്ന് പിന്മാറുന്നു. കാരണം എന്താണ്? അവർ ഇതുവരെ നടത്തിയ കാരുണ്യ ഇൻഷുറൻസ് സ്കീം അനുസരിച്ച് നടത്തിയ ഒരുപാട്
രോഗികളുടെ ഇൻഷുറൻസ് തുക സർക്കാരിൽ നിന്ന് കിട്ടാക്കടമായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് അവർ മാറുന്നത്. നെല്ല് കർഷകരുടെ കാര്യം നമുക്കറിയാം. എന്താണ് നെല്ല് കർഷകരുടെ കാര്യം? പാഡി റെസീറ്റ് ഷീറ്റ് എന്ന, അതായത് പിന്നെ നെല്ലിൻ്റെ വിൽപ്പന എന്താണ് പേപ്പർ എന്നും പറഞ്ഞിട്ട് ഒരു രസീത് കൊടുക്കുന്നു. ആ രസീത് അവരുടെ എന്തായിട്ട് മാറുന്നു? അവരുടെ തൂങ്ങിച്ചാവാനുള്ള കയറായിട്ട് മാറുന്നു. അത്തരം ഒരു സിറ്റുവേഷനാണ് കേരളത്തിലുള്ളത്. സമസ്ത മേഖലകളിലും ആശങ്കാകുലമായ രീതിയിൽ ധനപ്രതിസന്ധി രൂഢമൂലമായിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നാം ഇതിനെ ചെറുത്തു തോൽപ്പിക്കണം. അതായത് നമ്മുടെ അഭിപ്രായം ഇങ്ങനെയുള്ള ഒരു, അതായത് ജനങ്ങളോട് ചിറ്റമ്മ നയം കാണിക്കുക, എല്ലാ എന്താണ് വരുമാനവും ചിലരുടെ പോക്കറ്റിലേക്ക് ആക്കുക, ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളൊക്കെ നിഷേധിക്കുക. അങ്ങനെ സംസ്ഥാനത്തെ ഒരു എന്താണ് പറയുക, കടക്കണിയിലേക്കുള്ള ഒരു ഒറ്റ സ്റ്റെപ്പും കൂടി വെച്ചാൽ കടക്കണിയിൽ എന്ന രീതിയിലേക്ക് പോകുന്ന, ആശങ്കപ്പെടുത്തുന്ന, അതായത് കടക്കണിയുടെ വക്കിലെത്തിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഭരണത്തെ നന്നാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതായത് ശക്തമായ ജനപ്രക്ഷോഭം, ജനരോഷം പ്രകടിപ്പിക്കപ്പെട്ടാൽ മാത്രമേ ഈ ഗവൺമെൻറ് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളൂ. ഇപ്പോൾ അടുത്ത് തന്നെ പുതിയ ബജറ്റ് വരാൻ പോവുകയാണ്. അപ്പോൾ പ്രത്യേകമായിട്ടും നമ്മുടെ രോഷം നാം എഴുത്തിലൂടെയും പ്രസംഗങ്ങളിലൂടെയും എല്ലാ തരത്തിലും പ്രകടിപ്പിക്കേണ്ട ഒരു കാലത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്.